ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കേദാർനാഥ്. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര കഠിനമേറിയതാണ്. കാഴ്ചകളും കാൽനട യാത്രയും തികച്ചും വേറിട്ട അനുഭവമാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കേദാർനാഥിൽ ഹിമാലയൻ ഖട്വാൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേദാർനാഥ് ക്ഷേത്രം. മന്ദാകിനി നദിക്കരയിലുള്ള ഈ ക്ഷേത്രം ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ. ശങ്കരാചാര്യർ പുനർനിർമ്മിച്ചതാണെന്ന് കരുതുന്ന ഈ ക്ഷേത്രം പണ്ട് മോക്ഷപ്രാപ്തിക്കായി പാണ്ഡവർ പരമശിവനെ തേടി കൈലാസത്തിലെത്തി. എന്നാൽ പാണ്ഡവർക്ക് ദർശനം നൽകാതെ അവിടെ നിന്നും പരമശിവൻ പോയി. ഭഗവാനെ അന്വേഷിച്ച് യാത്ര തുടർന്ന പാണ്ഡവർ ഹിമാലയത്തിൽ മേഞ്ഞു നടക്കുന്ന ഗോക്കളുടെ കൂട്ടത്തെ കാണാനിടയായി. ഭഗവാൻ അതിൽ കാളയായി മറഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഭീമസേനൻ ഭീമാകാരനായി ഗോക്കൂട്ടത്തിൽ നിലകൊണ്ടു. ആ സമയം ശിവഭഗവാൻ കാളയുടെ രൂപത്തിൽ ഭൂമിക്ക് അടിയിലേക്ക് മറയാൻ ശ്രമിച്ചു. ഈ സമയം ഭീമസേനൻ കാളയുടെ മുതുകിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു. ഭീമൻ തൊട്ടപ്പോൾ അതൊരു പാറയായി മാറി. പാണ്ഡവർ അവിടെ ഒരു ക്ഷേത്രം പണിതു. ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം നേരിട്ട് എത്തിച്ചേരാനാകില്ല. ഗൗരികുണ്ടിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ കയറ്റം കയറി വേണം എത്തിച്ചേരാൻ. ക്ഷേത്രത്തിലെത്താൻ പോണി, കോവർ കഴുത, മഞ്ചൻ സേവനം എന്നിവ ലഭ്യമാണ്. 11 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമുക്ക് കേദാർനാഥ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഓരോരുത്തരുടെയും വേഗത ആശ്രയിച്ചിരിക്കും ഈ സമയം. ക്ഷേത്രം തുറക്കുന്നതും പ്രതീക്ഷിച്ച് നിരവധി ഭക്തജനങ്ങളാണ് കാത്തിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ഒരു നിര തന്നെ കടന്നു പോകണം. VIP എൻട്രി സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഭക്തിയുടെയും വിശുദ്ധിയുടെയും സംഗമസ്ഥാനമായ തീർത്ഥാടന കേന്ദ്രം, നിഗൂഢതകളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന പുണ്യഭൂമി. അപ്രത്യക്ഷനായ ശിവനെ തേടി പാണ്ഡവരെത്തിയ ഇടം വിശ്വാസങ്ങളുടെ കാലത്തേക്ക് പിന്തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് കഥകളുണ്ട് കേദാർനാഥ് ക്ഷേത്രത്തിന്. കേദാർനാഥ് സാഹസിക സഞ്ചാരികളുടെയും ഹിമാലയ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെയും കേന്ദ്രമാണ്. ഹെലികോപ്റ്റർ ദർശനം നടത്തുന്നതിന് 7000 രൂപയാണ് ചിലവാകുന്നത്. ഇത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കുതിര, കഴുത എന്നിവയ്ക്ക് 3500 മുതൽ 5000 രൂപ വരെ ഈടാക്കും.